ഞാൻ എൻ്റെ പേര് ജെസ്സി, ഞാൻ പച്ചയെന്ന് വരുന്നു. എൻ്റെ മോന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോൻ ആർമിയിലെ ഒരു ടെസ്റ്റ് കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, മോന് സെലക്ഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന്. അതുപോലെ തന്നെ നിത്യാരാധനയെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ പ്രശാന്ത് അച്ഛനോടും പറഞ്ഞു പ്രാർത്ഥിക്കാൻ, മോന് സെലക്ഷൻ കിട്ടാൻ വേണ്ടി അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മോൻ്റെ കൂടെ 2 കൂട്ടുകാരും കൂടെ പോയായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, അവർക്കും കൂടെ സെലക്ഷൻ കിട്ടണേ, അല്ലെങ്കിൽ മോന് സെലക്ഷൻ കിട്ടുമ്പോൾ അവർക്ക് സങ്കടമായി മാറും. അതുകൊണ്ട് അവർക്കും കൂടെ സെലക്ഷൻ കിട്ടണമെന്ന് ഞാൻ മാതാവിന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അവർ 2 പേർക്കും സെലക്ഷൻ കിട്ടി. അങ്ങനെ അമ്മേ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. സങ്കീർത്തനം 148:13. കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ, അവിടുത്തെ നാമം മാത്രമാണ് സമുന്നതം. അവിടുത്തെ മഹത്വം ഭൂമിയെയും ആകാശത്തെയും കാൾ ഉന്നതമാണ്. പൂർണ്ണമായ വിശ്വാസത്തോടെ IMS അമ്മയുടെ നടയിൽ വന്ന തൻ്റെ മകന് ആർമി റിക്രൂട്ട്മെന്റിൽ സെലക്ഷൻ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിച്ച ആ അമ്മ, ഒപ്പം അമ്മ സ്വന്തം മകന് വേണ്ടി മാത്രമല്ല, കൂടി ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മറ്റു 2 മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതാണ് യഥാർത്ഥ പ്രാർത്ഥന. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന രീതിയല്ല ആ അമ്മ മാതാവിന്റെ മുമ്പിൽ വെച്ചത്. എൻ്റെ മകനെ പോലെ തന്നെ ആ 2 മക്കളെയും കടത്തിവിടണമേ. എന്തായാലും പ്രശാന്തച്ഛൻ്റെ കൈവയ്പ് പ്രാർത്ഥന വഴിയും നമ്മുടെ നിത്യാരാധനയിലേക്ക് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുകയും, ഒപ്പം ആ അമ്മയുടെ മുമ്പില്, IMS അമ്മയുടെ മുമ്പില് നിരന്തരം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതിൽ സെലക്ഷൻ കിട്ടുകയും ചെയ്തു. അമ്മ വഴി തിരുക്കുമാരനിൽ നിന്ന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.